അന്നത്തെ ദിവസം തൊഴാൻ വരുന്നവർക്കൊക്കെ ഒരു കൈനീട്ടം ഭഗവാൻ ജീവിതത്തിൽ കൊടുക്കും. ശ്രീകോവിലിൻ്റെ ചുമരിൽ ചാരി ഇരുന്നു കൊണ്ടത് ഉറക്കെ വിളിച്ചു ഗുരുവായൂരപ്പനെ. ഓടക്കുഴലെടുത്ത് വെക്കാനായിട്ട് നോക്കുമ്പോൾ ഓടക്കുഴൽ കാണാനില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. എല്ലാവർക്കും വിഷുവാശംസകൾ. അപ്പം നമ്മൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വിഷുവായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിഷുവായിട്ട് നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തിയാണുള്ളത്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത്, എഴിക്കോട് സതീശൻ നമ്പൂതിരി. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ പരിശോധിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പം ഗുരുവായൂരത്തെ ഉണ്ണിക്കണ്ണൻ ഏറ്റവും അത്രയും അടുത്ത് നിന്ന് പരിചരിച്ചിരുന്ന ഒരാളാണ്. അപ്പം അവിടുത്തെ ഒരു അനുഭവം എങ്ങനെയാണ്? ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആവുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അമ്മയാവുകയാണ്. യശോദാഭാവമാണ് മേശാന്തിക്ക്. ഒരു കുട്ടിയെ ഒരമ്മ എങ്ങനെ പരിപാലിക്കണോ, എങ്ങനെ കുളിപ്പിക്കണോ, എങ്ങനെ ഒരുക്കുന്നു, എങ്ങനെ ഊട്ടുന്നു, അതൊക്കെയാണ് ഒരു മേശാന്തി ഗുരുവായൂരപ്പനായിട്ട് ചെയ്യുന്നത്. അമ്മോട് ഒരു കുട്ടിക്ക് എങ്ങനെയൊക്കെ ഒരു സ്നേഹമുണ്ടാവും, അത് മുഴുവൻ ഗുരുവായൂരപ്പൻ നമുക്ക് തരും. കുട്ടി വാശി പിടിച്ച് അമ്മോട് എങ്ങനെയൊക്കെ വാശി പിടിക്കണോ, കുറുമ്പ് കാണിക്കണോ, അതൊക്കെ ഗുരുവായൂരപ്പൻ മേശാന്തി. കുറച്ച് കുറുമ്പ് കൂടുതലാണ്, കളിയും കൂടുതലാണ് ഒരാളാണ്. അപ്പം അതും അനുഭവിക്കണം, രണ്ടും നല്ലതും അനുഭവിക്കണം, ചീത്ത. ഗുരുവായൂര് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ തിരുമേനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മറക്കാനാവാത്ത അനുഭവം എന്തായിരിക്കും? ധാരാളം അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആയിരിക്കുമ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം രാവിലെ ഇതുപോലെ നടയൊക്കെ തുറന്ന് നിർമ്മാല്യ ദർശനമൊക്കെ കഴിഞ്ഞ് വാകച്ചാർത്തും അഭിഷേകാദികളെല്ലാം കഴിഞ്ഞ് നട അടച്ചാണ് ചന്ദനം ചാർത്തലും ഉരുക്കലും മലരി നിവേദ്യമൊക്കെ നടടച്ച സമയത്ത് നടടച്ച് അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലങ്കരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുഖം ചന്ദനം ചാർത്തും. അത് കഴിഞ്ഞാൽ ഗോപികളൊക്കെ തൊടിയിക്കും, കിരീടം വയ്ക്കും, അലങ്കാരങ്ങൾ പട്ടുകോണം ഉടുപ്പിക്കും. ഉണ്ണിക്കണ്ണനാണ്, അപ്പോൾ പട്ടുകോണം ഉടുപ്പിക്കും. അത് കഴിഞ്ഞാൽ ഓടക്കുഴൽ കയ്യിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞു. അലങ്കാരം കഴിഞ്ഞാൽ ഉടനെ നട തുറക്കും. ഇപ്പോൾ 4 മണിക്കാണ് നട തുറക്കുക. അപ്പോൾ എല്ലാ അലങ്കാരങ്ങളും കഴിഞ്ഞ് ഞാൻ ഒടുക്കം ഓടക്കുഴൽ വയ്ക്കുകയാണ്. ഓടക്കുഴൽ ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ സ്വർണ്ണ ഓടക്കുഴലാണ്, വലിയ ഓടക്കുഴലാണ്. അപ്പം അത് വയ്ക്കുമ്പോൾ കയ്യിലിരിക്കുന്നില്ല. കൈ ഭഗവാന്റെ വളരെ ചെറിയ കൈയാണ്, അതിനകത്ത് ഈ വലിയ ഓടക്കുഴൽ സ്ഥിരം വയ്ക്കുന്നതാണ്. അത് വയ്ക്കാനൊരു പരിചയം വേണം. ഞാനവിടെ ചെന്നിട്ട് 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നില്ല. ഞാനത് വെച്ചപ്പോൾ നേരെ താഴത്തേക്ക് പോയി. താഴത്ത് വീണപ്പോൾ ഞാനതെടുത്ത് ഒന്ന് കഴുകി വീണ്ടും ഒന്നുകൂടി കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ വീണ്ടും അത് താഴത്തേക്ക് വീണു. 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഇങ്ങനെ താഴത്തേക്ക് വീണപ്പോൾ പിന്നത്തെ പ്രാവശ്യം ഞാൻ വയ്ക്കാൻ പോകുമ്പോൾ ആ കിരീടം ഒന്ന് ഇളകി. അലങ്കരിച്ച് വെച്ചിരുന്ന കിരീടം ഇളകി. കിരീടം ഇളകിയാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് നേരെ മുമ്പിലേക്ക് വന്നാൽ അതുവരെ കഷ്ടപ്പെട്ട് ചന്ദനം ചാർത്തിയ മുഖം ചാർത്തിയ ഇതെല്ലാം പോവും. പിന്നെ ഇതൊക്കെ വീണ്ടും ചാർത്തുമ്പോഴേക്കും നട തുറക്കാൻ നേരം വൈകും. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഓടക്കുഴൽ താഴത്തേക്ക് ഇട്ടിട്ട് മറ്റേ കിരീടത്തിലേക്കായി എൻ്റെ ശ്രദ്ധ. കിരീടമൊക്കെ ഭംഗിയായിട്ട് വെച്ചു. അത് വീണ്ടും ഞാൻ ഓടക്കുഴലെടുത്ത് വെക്കാനായിട്ട് നോക്കുമ്പോൾ ഓടക്കുഴൽ കാണാനില്ല. അപ്പോൾ ഓടക്കുഴൽ കാണാനില്ല. ഇല്ല, പരിഭ്രമമായി. ഞാൻ താഴത്തിട്ടതാണ്. അവിടെ മുഴുവൻ നോക്കി, എല്ലായിടത്തും നോക്കി, കണ്ടില്ല. അപ്പോൾ നേരിയ വെളിച്ചമാണ് അതിൻ്റെ അകത്തുള്ള, നല്ല വെളിച്ചമില്ലല്ലോ ശ്രീകോവിലിൻ്റെ അകത്ത്. അവിടെ മുഴുവൻ ഒന്ന് പരതി നോക്കി, കണ്ടില്ല. തിരി കത്തിച്ച് നോക്കി, കണ്ടില്ല. വെള്ളം ഒഴിച്ച് നോക്കി, അപ്പോൾ ഉണ്ടെങ്കിൽ സൗണ്ട് ശബ്ദം കേൾക്കാം. ഒരു കുടം വെള്ളം ഒഴിച്ച് ശ്രീകോവിലിൻ്റെ താഴത്ത് ഒരു കുടം വെള്ളം ഒഴിച്ചിട്ട് നോക്കി, അപ്പോഴും കാണാനില്ല. പരിഭ്രമമായി. ആകെ കരച്ചിലൊക്കെ വന്നു. ഓടക്കുഴൽ കാണാനില്ല. ഇനിയിപ്പോൾ അത് എന്തൊക്കെ പുലിവായുകളാണ്. ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു സാധനം കണ്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭൂകമ്പം പിറ്റേ ദിവസം പേപ്പറിൽ വരും, TV-യിൽ വരും, മോശക്കാരനാവും. പിന്നെ നിത്യം ചാർത്തുന്നതാണ്. അത് ചാർത്താതിരുന്നാലുള്ള ബുദ്ധിമുട്ടുകൾ ആകെ സങ്കടമായി. പരിഭ്രമിച്ച് കരച്ചിലൊക്കെ വന്നു. അവിടെ ആ ശ്രീകോവിലിൻ്റെ ചുമരിൽ ചാരി ഇരുന്നു കൊണ്ടത് ഉറക്കെ വിളിച്ചു ഗുരുവായൂരപ്പനെ.
അങ്ങനെ വിളിച്ച് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ കയ്യിലിരിക്കുന്നു. അത് പറയുമ്പോൾ ഇപ്പോഴും രോമാഞ്ചമാണ്. ഭഗവാന്റെ കയ്യിൽ ഓടക്കുള്ളിരിക്കുകയാണ്. അപ്പൊ ആളെടുത്ത് പിടിച്ചിരിക്കുകയാണത്. ഞാൻ എത്ര വെച്ചാലും അത് ഫിറ്റ് ചെയ്താൽ ഇരിക്കാത്ത സാധനം, അത്രയും വലിയ സാധനം വെക്കുമ്പോൾ അത് താഴത്തേക്ക് പോകണു, വീണ്ടും വീണ്ടും താഴത്ത് പോകണം. ഞാൻ താഴത്തേക്ക് ഇട്ടതാണ്, ഒരു സംശയമില്ല. അപ്പൊ എനിക്ക് അതിനൊക്കെ ഭയങ്കര വേഗം ഞാൻ അതിൽ പഠിച്ചപ്പോൾ പോയിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ഉണ്ണിക്കണ്ണൻ ലീലാവിലാസങ്ങളാണ്. നമ്മൾ കയ്യിൽ കൊടുത്താൽ താഴത്തേക്ക് ഇടും, വീട്ടിൽ കൊടുത്താൽ വീട്ടിൽ താഴത്തേക്ക് ഇട്ടു. താഴത്തേക്ക് ഇട്ടപ്പോൾ ചാടി പിടിച്ചു. അപ്പോൾ ആ കരഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഭക്തി കിട്ടണം, ആ ഒരു അറ്റാച്ച്മെന്റ് കിട്ടണം. അത് ഉണ്ടാക്കി തരാനാണ് ഈ ഒരു ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായി. അതിന് ഭക്തി ഉണ്ടാക്കാനായിട്ടുള്ള പല തരത്തിലുള്ള ഒരു പരീക്ഷണമായിരുന്നു. ഇതിന് ശേഷം മനസ്സും ശരീരമൊക്കെ പിന്നെ ഭഗവാനിലേക്കായി. പിന്നെ എൻ്റെ വേദന അറിഞ്ഞിട്ടില്ല, ഒരു തലവേദന ഇല്ല. ഈ മേൽശാന്തിപദം ഒന്ന് കഴിഞ്ഞ് പോരുന്നത് വരെ ഒരു വയറുവേദന ഇല്ല, ഒരു തലവേദന ഇല്ല, യാതൊരു അസുഖങ്ങളില്ല, ഒരു പനിയില്ല. പിന്നെ അദ്ദേഹം നോക്കും, അവിടേക്ക് എത്തിക്കണം. ഭക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നോക്കും. അതുവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഗുരുവായൂരപ്പൻ്റെ വലിയ ശക്തിയാണ്. ഗുരുവായൂരപ്പൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് അവിടെ അനുഭവിച്ചറിഞ്ഞാലേ പറ്റും. ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ കൂടി ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ അയാൾ ഒരു സന്യാസിയായിട്ട് മാറും. വിഷുവിന്റെ നമുക്ക് ഗുരുവായൂരപ്പന്റെ, കാരണം ഗുരുവായൂരാണ് നമ്മുടെ വിഷു ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന കേരളത്തിലെ ഏറ്റവും ഒരു പ്രത്യേകപ്പെട്ട സ്ഥലമാണ് വിഷു. ഗുരുവായൂർ കണി കാണാൻ തന്നെ ജനങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നു. അതെ അതെ, അത് ആദ്യം ഗുരുവായൂരപ്പനെ മേശാന്തി കണി കാണിക്കുകയാണ്. ആ മേശാന്തി കാണിക്കണത് തന്നെ മേശാന്തി നേരെ മുമ്പിൽ നിന്ന് നട തുറക്കില്ല, ഒരു സൈഡിലേക്ക് മാറി പതുക്കെ തുറന്ന് നേരിട്ട് ഗുരുവായൂരപ്പനെ കണി കണ്ടതിന് ശേഷം മാത്രമേ മറ്റൊരാൾ എന്നിട്ട് പുറത്ത് നട തുറക്കുള്ളൂ. കണി കാണാൻ ഭഗവാൻ വന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഭഗവാന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവും, അത് ഫീൽ ചെയ്യും. അതായത് ഗുരുവായൂരപ്പൻ വിഷുക്കൈനീട്ടം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും അന്നത്തെ ദിവസം തൊഴാൻ വരുന്നവർക്കൊക്കെ ഒരു കൈനീട്ടം ഭഗവാൻ ജീവിതത്തിൽ കൊടുക്കും. അവിടുന്ന് മേൽശാന്തി കൈനീട്ടം തരും, പക്ഷേ ഗുരുവായൂരപ്പൻ കൈനീട്ടം കൊടുക്കുന്നത് അത് ഒരു ജീവിതത്തിൽ ആൾക്കാർക്ക് അതൊരു വലിയ കൈനീട്ടാണ്. വിഷുവിൻ്റെ അന്ന് പോയി തൊഴുമ്പോൾ അത് കണിയൊരുക്കുന്നത് എങ്ങനെയാണ്? ഗുരുവായൂർ മണ്ഡപത്തിലാണ് കണി വയ്ക്കുന്നത്. ഗുരുവായൂരപ്പന് നേരെ മുമ്പിൽ ഗുരുവായൂരപ്പന് അകത്തു നിന്ന് നോക്കിയാൽ കാണാവുന്ന തരത്തിലാണ് അത് വയ്ക്കുക. സ്വർണ്ണ ഉരുളിയിലാണ് കണി വയ്ക്കുന്നത്. കണിക്കൊന്ന കൊണ്ട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടാവും. പച്ചക്കറികളുണ്ട്, വെള്ളരിക്ക ആണ് പ്രധാനമായിട്ടുള്ളത്. അതിന് പലതുണ്ട്. അതെ അതെ, കണിവെള്ളരി എന്നാണ് അതിന് പറയുക. അഷ്ടമംഗല്യമാണ് അതിലുള്ളത്. അതിനകത്ത് അലക്കിയ തുണി ഉണ്ടാവും, ധാന്യങ്ങൾ ഉണ്ടാവും, വിളക്കുണ്ടാവും, സ്വർണ്ണം വെള്ളി ഉണ്ടാവും. പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന സാധനങ്ങളാണ് ഈ അഷ്ടമംഗലം എന്ന് പറയുന്നത്. അപ്പോൾ അത് മുഴുവൻ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. നെല്ല അരി, അങ്ങനെയാണ് ധാന്യങ്ങളുണ്ടാവുക. വാൽക്കണ്ണാടി ഉണ്ടാവും. വാൽക്കണ്ണാടി അത് ഒരു പ്രതീകമാണ്. അതിൻ്റെ ചക്കയും മാങ്ങയൊക്കെ വയ്ക്കും. അത് മധുരത്തിന്, അതെ മാമ്പഴം വയ്ക്കും. അത് മധുരത്തിൻ്റെ പ്രതീകമായിട്ട് ആദ്യം കണി കാണുന്നത് ഭഗവാനാണ്. മേൽശാന്തി സാധാരണ നിലയ്ക്ക് മറവില്ലാതെ അതായത് രാവിലെ മേൽശാന്തി വന്നിട്ട് അവിടെ ഒരു മണ്ഡപത്തിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷമാണ് കണി കാണിക്കുന്നത്. ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും അദ്ദേഹം ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകിയെത്തുന്നതും ഈ ഒരു ശക്തിയാണ്. അപ്പം ആ ശക്തി കൂട്ടാനുള്ള എല്ലാവിധത്തിലുള്ള പൂജാതി കർമ്മങ്ങളും കൃത്യമായി അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ആചാരമാണ്. നമ്മൾ പ്രധാനമായിട്ടത് കൊണ്ടാടുന്നത് മഹാവിഷ്ണുവിനെയും ശ്രീരാമനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. നരകാസുരവധം നടത്തിയ ദിവസം ആണ് വിഷു ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് രാവണനെ വധിച്ച ദിവസവും രാവണനെ വധിച്ച ദിവസവും ഇതേ വിഷു ദിവസം തന്നെയാണ്. പകലും രാത്രിയും തുല്യമായൊരു ദിവസമാണ് വിഷു. സൂര്യൻ നേർവരയിൽ വരുന്ന ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. വിഷു സംക്രമത്തിൻ്റെ പ്രത്യേകത അതാണ്, പകലും രാത്രിയും തുല്യമായി. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അതിങ്ങനെ അങ്ങനെ എല്ലാവർക്കും അത് പറയാനുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട്. അവർക്ക് അതെ കാർഷികോത്സവമാണ്